problem. Consider the Dirichlet function on closed interval 0, 1 defined by f of x is equal to 1 if for all x belongs to closed interval 0, 1 and x is rational, and 0 if x belongs to closed interval 0, 1 and x is irrational, then show that f is not Riemann integrable. Okay, നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഫംഗ്ഷൻ അതായത് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 1 ആയിരിക്കും എപ്പോൾ, അതായത് എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 എലമെൻറ്റും ആവണം. അതെന്ന് പറയുന്നത് എക്സ് എന്തായിരിക്കണം, റാഷണൽ നമ്പേഴ്സും ആയിരിക്കണം. എന്താ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അതായത് p/q എന്ന് പറയുന്ന ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ 1ഉം, അല്ലാത്ത കേസിൽ ഇറാഷണൽ നമ്പേഴ്സ് ആവുന്ന കേസിൽ 0വുമാണ്. അങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ നമ്മളോട് എന്തല്ല എന്നാണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്, റീമാൻ ഇൻ്റഗ്രബിൾ അല്ല എന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം എങ്ങനെയാണ് അത് കാണിക്കുന്നതെന്ന്. ഫസ്റ്റ് പറയുന്നത് നമുക്ക് കാണിക്കേണ്ടത് റീമാൻ ഇൻ്റഗ്രബിൾ അല്ല എന്നാണ്. പക്ഷെ നമ്മൾ സപ്പോസ് ചെയ്യുക ഇഫ് പോസിബിൾ ലെറ്റ് എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ക്രൈറ്റീരിയ ആയിരുന്നു കോഷി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായിരുന്നു കോഷി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. മോഡുലസ് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് പറയുന്നത് ദെൻ ബൈ കോഷി ക്രൈറ്റീരിയം കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ഇസ് ഇക്വൽ ടു 1/2 there exists a eta greater than 0 such that P and Q are be any tagged partitions of closed interval 0, 1 with their norm less than eta, then modulus of SFP minus SFQ which is strictly less than 1/2 and put it as equation number 1. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് എന്ന് പറയുന്നത് റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ എന്തായിരുന്നു, മോഡുലസ് ഓഫ് SFP മൈനസ് SFQ വിച്ച് ഇസ് ലെസ് ദാൻ 1/2 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഇൻ പർട്ടിക്കുലർ വി ആർ ചൂസിങ് എപ്സിലോൺ ഇസ് ഇക്വൽ ടു 1/2. നമ്മൾ എന്ത് ചെയ്യുകയാണ്, എപ്സിലോൺ എന്ന് പറയുന്നത് 1/2 ആയിട്ട് ചൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള കേസ് നമ്മളെടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇനി നമ്മൾ പറയുന്നത് ഒരു പാർട്ടീഷൻ പറയുകയാണ്. നമുക്കൊരു പാർട്ടീഷൻ എടുക്കണമായിരുന്നു ക്ലോസ്ഡ് ഇൻ്റർവൽ ഇവിടെ എ ബി എന്ന് പറയുന്നത് 0, 1 ആയിരുന്നു. സോ ലെറ്റ് x0 വിച്ച് ഈസ് ഈക്വൽ ടു x0, x1 എക്സെട്ര അപ് ടു xn-1, xn വിച്ച് ഈസ് ഈക്വൽ ടു 1 ബി എനി പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 വിത്ത് നോം ഓഫ് ദ പാർട്ടീഷൻ ലെസ് ദാൻ ഈറ്റ. ഫോർ ഈച്ച് I goes to 1 to etc up to n, choose a rational number ti which belongs to the closed interval xi minus 1 comma xi and be an irrational number si which belongs to xi minus 1 comma xi. Then p1 is the partition and p2 be the another partition. Okay, be the two partitions of closed interval a b 0, 1 with നോം ലെസ് ദാൻ ഈറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഷണൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, അതുമാതിരി തന്നെ ഇറാഷണൽ പോയിൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 എന്ന് പറയുന്ന ഇൻ്റർവെൽ ഉണ്ടായിരുന്നു. ആ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 നമ്മളൊരു പാർട്ടീഷൻ ചെയ്തു. അതായിരുന്നു ഇവിടെ പറഞ്ഞിട്ടുള്ളത് x0 is equal to 0, x1 എക്സെട്ര അപ് ടു xn-1 xn ഈസ് ഇക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു പാർട്ടീഷൻ എടുത്തു. ഇനി നമ്മൾ 2 റാഷണൽ നമ്പർ അതായത് 2 ടാഗ്സ് ചൂസ് ചെയ്യുകയാണ്. അതായത് നമുക്ക് ടാഗ് ചൂസ് ചെയ്യണം. ആ ടാഗ് എന്ന് പറയുന്നത് നമ്മൾ TI എന്ന് പറയുന്ന ഒരു ടാഗും അതുമാതിരി തന്നെ വേറെ ഒരു ടാഗ് എന്ന് പറയുന്നത് SI എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ടാഗ് എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യാണ്. എങ്ങനെയാണ്, TI എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ xi-1ൻ്റെയും xiൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു റാഷണൽ നമ്പർ എന്ന് പറയുന്നതായിട്ടാണ് TI ചൂസ് ചെയ്തത്. അടുത്ത ടാഗ് SI എന്ന് പറയുന്ന ടാഗ് ഒരു ഇറാഷണൽ നമ്പർ ആയിട്ടാണ് ചൂസ് ചെയ്തത്. ഓക്കെ, എന്താ ഇപ്പോൾ നമ്മൾ ചെയ്തത്, നമുക്ക് ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ എടുത്തു. അതായത് xi-1 നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കർവ് ഇതെങ്ങനെയും പോകണു. ഇവിടെ ഏതോ ഒരു ഇൻ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലാണ് xi-1, xi എന്ന് പറയുന്നത് ഈ 2 പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് നമ്മൾ ടാഗ് എടുക്കാറ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ടാഗ് TI എന്ന് പറഞ്ഞു. ആ TI എന്ന് പറയുന്നത് എന്താവാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു റാഷണൽ നമ്പർ ആവാം എന്നുള്ളത് അടുത്ത്. ഇനി രണ്ടാമത്തേത് നമ്മൾ ടാഗ് എന്താ എടുത്തത്, SI എന്ന് പറയുന്ന ഒരു ടാഗ് അല്ലേ. SI എന്ന് പറയുന്നത് എന്താവാം എന്നാണ് പറയുന്നത്, ഒരു ഇറാഷണൽ നമ്പർ ആയിട്ടിരിക്കണം.
അങ്ങനെയുള്ള ഒരു ടാഗാണ് ചൂസ് ചെയ്തത്. ആൻഡ് ടി ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളൊരു പാർട്ടീഷൻ എടുത്തു. അതുമാതിരി തന്നെ അടുത്തത് എസ് ഐ എന്ന് പറയുന്ന ടാഗിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറൊരു പാർട്ടീഷൻ P2 എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്തു. അതങ്ങനെയാണ് രണ്ട് ടാഗ്ഡ് പാർട്ടീഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇനീക്വാളിറ്റി നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. എന്താ പറയണത്? മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യു വിച്ച് ഈസ് ലെസ് ദാൻ 1/2 എന്ന് പറയുന്ന കണ്ടീഷൻ. അതായത് എഫ് ബിലോങ്സ് ടു റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആയിരുന്നു എങ്കിൽ മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യു എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ 1/2 എന്ന് പറയുന്ന കണ്ടീഷൻ ഹോൾഡ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. ഫോർ എനി പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഈറ്റ എന്ന് പറയുന്ന കണ്ടീഷനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത രണ്ട് പാർട്ടീഷൻസ് എടുത്തു. ഏതൊക്കെയാണ് രണ്ട് പാർട്ടീഷൻ? ഏത് പാർട്ടീഷന് നമ്മൾ ആ മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യു സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ വീണ്ടും രണ്ട് പാർട്ടീഷൻസ് എടുക്കുകയാണ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു രണ്ട് പാർട്ടീഷൻ എന്ന് പറയുന്നത്? P1 എന്ന് പറയുന്ന ഒരു പാർട്ടീഷനും P2 എന്ന് പറയുന്ന പാർട്ടീഷനും. അവയുടെ രണ്ടിൻ്റെയും നോം എന്ന് പറയുന്നത് ലെസ് ദാൻ ഈറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കണ്ടീഷനിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1ൻ്റെ ആ കണ്ടീഷനിൽ നിന്ന് നമുക്ക് അത് ഏത് പാർട്ടീഷനും ട്രൂ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ പെർട്ടിക്കുലർ P1 എന്ന് പറയുന്നതും P2 എന്ന് പറയുന്ന പാർട്ടീഷൻസിനും എന്തായിരിക്കും? അത് ട്രൂ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് മോഡുലസ് ഓഫ് എസ് എഫ് പി 1 മൈനസ് എസ് എഫ് പി 2 വിച്ച് ഈസ് ലെസ് ദാൻ 1/2 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നും കമ്പ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കിട്ടിയ കാര്യം നമ്മൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ എടുത്ത എഫ് ബിലോങ്സ് ടു റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആ ഒരു ഏത് പാർട്ടീഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഷി ക്രൈറ്റീരിയം വെച്ച് മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യു വിച്ച് ഇസ് ലെസ് ദാൻ 1/2 എന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ ഏത് പാർട്ടീഷനും ട്രൂ ആയിരിക്കും, നോർമൽ ലെസ് ദാൻ ഈറ്റ് ആയിട്ടുള്ള. സോ ആ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഇത്രയും പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വെച്ച് അവിടെ നിർത്തി. ഇവിടെയാണ് ഒരു ബ്രേക്ക് വേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? SFP1 കണ്ടുപിടിക്കുക അല്ലേ. എങ്ങനെ SFP1 കണ്ടുപിടിക്കുക? SFP1ൻ്റെ ഡെഫിനിഷൻ എന്താണ്? സമ്മേഷൻ ഐ റേഞ്ച് ഫ്രം 1 to n എഫ് ഓഫ് ടി ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് ടി ഐ എന്ന് നമുക്ക് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതായത് 1 ഇഫ് എക്സ് ഇസ് റാഷണൽ ആൻഡ് 0 ഇഫ് എക്സ് ഇസ് ഇറാഷണൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ P1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഏത് ടാഗാണ് ചൂസ് ചെയ്തത്? ടി ഐ എന്ന് പറയുന്ന ടാഗാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ആ ടി ഐ എന്ന് പറയുന്ന ടാഗ് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് പറയുന്നത്? ഒരു റാഷണൽ നമ്പറാണ് അല്ലേ. ടി ഐ എന്ന് പറയുന്ന ഒരു ടാഗ് നമ്മൾ ചൂസ് ചെയ്തത് റാഷണൽ നമ്പർ ആയിട്ടാണ് ചൂസ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ എഫ് ഓഫ് എ റാഷണൽ നമ്പർ, അതായത് എഫ് ഓഫ് ടി ഐ, അതായത് ടി ഐ എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 1 എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പഠിക്കല ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തായിരുന്നു? അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഇസ് റാഷണൽ ആൻഡ് 0 ഇഫ് എക്സ് ഇസ് ഇറാഷണൽ എന്നായിരുന്നു. സോ നമ്മളിവിടെ എടുത്ത ടി ഐ എന്ന് പറയുന്ന പോയിന്റ് ഒരു റാഷണൽ നമ്പർ ആയിരുന്നു. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. സോ അതുകൊണ്ട് നമുക്ക് ഇത് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്താൽ പറ്റും? ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ റേഞ്ച് ഫ്രം 1 to n എക്സ് ഐ മൈനസ് 1 എന്ന് കിട്ടും അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ എന്താ വരിക? നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? x1 മൈനസ് x0 പ്ലസ് അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? x2 മൈനസ് x1 എക്സെട്ര പ്ലസ് xn മൈനസ് -1 എന്ന് വരും അല്ലേ. അത് ചെയ്ത് നമുക്ക് എന്ത് വരികയാണ്? അതായത് x1 മൈനസ് x1 അങ്ങനെ ഓരോ ടേംസ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ലാസ്റ്റ് എന്താ വരിക? അതായത് xn മൈനസ് നമുക്ക് ലാസ്റ്റ് വരും വിച്ച് ഈസ് ഈക്വൽ ടു xn മൈനസ് x0 എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഇവിടുത്തെ xn എന്തായിരുന്നു? 1 മൈനസ് 0 എന്ന് വരും. സോ 1 മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതും? xn മൈനസ് x0 എന്ന് എഴുതും വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി SFP1 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി അല്ലേ. ഇനി അതേമാതിരി നമ്മൾ SFP2 കണ്ടുപിടിക്കുക. SFP2 എന്ന് പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം സമ്മേഷൻ ഐ റേഞ്ച് ഫ്രം 1 to m എഫ് ഓഫ് എസ് ഐ അല്ലേ. എന്തുകൊണ്ടാണ് നമ്മളവിടെ എഫ് ഓഫ് എസ് ഐ എന്ന് ചൂസ് ചെയ്തത്? P2 എന്ന് പറയുന്ന പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാഗ് എന്ന് പറയുന്നത് ഏതായിട്ടുണ്ടായിരുന്നു? അതായത് P2 എന്ന് പറയുന്ന പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടാഗ് ഏത് യൂസ് ചെയ്തത്? എസ് ഐ എന്ന് പറയുന്ന ഒരു ടാഗാണ് ചൂസ് ചെയ്തത് അല്ലേ. എസ് ഐ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഇറാഷണൽ നമ്പർ ആയിരുന്നു. അത്രയും കാര്യങ്ങൾ ആലോചിക്കുക. സോ ആ ഒരു ഡെഫിനിഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്തി? സമ്മേഷൻ ഐ റേഞ്ച് ഫ്രം 1 to n എഫ് ഓഫ് എസ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് -1 എന്ന് എഴുതി അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ വരിക? എഫ് ഓഫ് എസ് ഐ എന്ന് പറയുന്ന വാല്യൂ എന്താ വരിക? 0 വരിക. കാരണം എന്താ? എസ് ഐ എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്. ഫംഗ്ഷൻ വാല്യൂ ഓഫ് ദാറ്റ് ഇറാഷണൽ നമ്പർ വിൽ ബി 0 എന്ന് വരും. സോ നമുക്കിവിടെ എന്ത് വരും? അടുത്ത സ്റ്റെപ്പിൽ സമ്മേഷൻ ഐ റേഞ്ച് ഫ്രം 1 to n 0 ഇൻറ്റു എക്സ് ഐ മൈനസ് 1 എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 0 എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് SFP2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി അല്ലേ. ഇനി
ഇനി വീണ്ടും നമ്മൾ ഈ ഇനീക്വാലിറ്റിയിലേക്ക് നോക്കിക്കേ, ഈ ഒരു സെക്കൻഡ് ഇനീക്വാലിറ്റി നോക്കുക. ഇതിൽ നമ്മൾ SF_P1 = നമ്മൾ 1 എന്ന് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചു. അതേമാതിരി തന്നെ SF_P2 എന്ന് പറയുന്നത് നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചു, 0 എന്ന് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ വരിക, മോഡുലസോ SF_P1 പകരം നമ്മൾ എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. 1 - 0 വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് 1 - 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, മോഡ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 1. അത് <(1/2) എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ട്രൂ ആവുമോ ഇല്ല അല്ലേ. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മോഡുലസ് SF_P1 - SF_P2 എന്ന് പറയുന്നത് <(1/2) എന്ന് കിട്ടി. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1 <(1/2) എന്ന്. അത് ശരിയാവുമോ, 1 എപ്പോഴേലും 1/2 ചെറുതാണോ, അല്ല. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. ദെർഫോർ വിച്ച് ഈസ് നോട്ട് പോസിബിൾ, അതെന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മുടെ അസംഷൻ എന്തായിരുന്നു, റോങ് ആയിരുന്നു. നമ്മൾ എന്താ അസംഷൻ എടുത്തത്, എഫ് എന്ന് പറയുന്നത് റീമാൻ ഇൻ്റഗ്രബിൾ ആവും എന്നെടുത്തിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എന്തല്ല, റീമാൻ ഇൻ്റഗ്രബിൾ ആവില്ല. അപ്പോൾ ആ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മളെടുത്ത കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇതേമാതിരിയുള്ള ഒരു കോൺട്രഡിക്ഷൻ വന്ന്. ദെർഫോർ അവർ അസംഷൻ ഈസ് റോങ്. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് നോട്ട് റീമാൻ ഇൻ്റഗ്രബിൾ. അതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് റീമാൻ ഇൻ്റഗ്രബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത തിയറം പറയുന്നത് സ്ക്യൂസ് തിയറം. നിങ്ങൾ സ്ക്യൂസ് തിയറത്തിൻ്റെ പല വേർഷൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ റീമാൻ ഇൻ്റഗ്രബിൾസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് പറയുന്നത് സ്ക്യൂസ് തിയറം. ഇപ്പോൾ എന്താണ് സ്ക്യൂസ് തിയറം എന്ന് പറയുന്നത് നോക്കാം. Okay, named theorem is Skews theorem. A function f from closed interval ab to r belongs to Riemann integral of closed interval ab if and only if for every epsilon greater than 0 there exists a functions alpha epsilon ഇത് ആൽഫ എപ്സിലോൺ എന്നാണ്, ആൽഫ എപ്സിലോൺ ആൻഡ് ഒമേഗ എപ്സിലോൺ ഇൻ റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി വിത്ത് ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് സച്ച് ദാറ്റ് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താ സ്ക്യൂസ് തിയറം പറഞ്ഞിരിക്കണേ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. നമുക്ക് രണ്ട് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ചൂസ് ചെയ്യണം. അതായത് ഇങ്ങനെയാണ് പറഞ്ഞത്, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, എവിടെ നിന്ന് എവിടേക്കാണ്, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ നിന്ന് ആറിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക, അതായത് ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, അതായത് ആൽഫ എപ്സിലോൺ എന്ന് പറയുന്നതും ഒമേഗ എപ്സിലോൺ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ്. ആ രണ്ട് ഫംഗ്ഷൻസ് എന്താണ്, റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. ഈ നമ്മുടെ ഈ ഗിവൺ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സിൻ്റെയും ഒമേഗ ഓഫ് എഫ് ഓഫ് എക്സിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് എന്ത് കിടക്കുന്നത്, നമ്മുടെ എഫ് ഓഫ് എക്സ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, തിരിച്ച് ഈ കണ്ടീഷൻസ് ഒക്കെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷന് നമുക്ക് എന്ത് പറയാൻ പറ്റും, റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ അവിടെ രണ്ട് ഫംഗ്ഷൻസ് ആൽഫ എപ്സിലോൺ എന്ന് പറയുന്നതും ഒമേഗ ഓഫ് എപ്സിലോൺ എന്ന് പറയുന്നതും ഉണ്ടായിരിക്കും. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസ് ആയിരിക്കും അത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രൂഫ് നമ്മൾ നോക്കാം. നമുക്ക് പ്രൂഫ് ചെയ്യാൻ ഫസ്റ്റ് പ്രൂഫ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതായത് എഫ് റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എ ബി ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഫംഗ്ഷൻസ് ഉണ്ട്, ദർ എക്സിസ്റ്റ് ഫംഗ്ഷൻസ് ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് ആൻഡ് ഒമേഗ എപ്സിലോൺ ഓഫ് എക്സ് വിച്ച് ബിലോങ്സ് ടു റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് ആൾസോ സാറ്റിസ്ഫൈയും കണ്ടീഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട് എടുക്കുകയാണ്. ഫസ്റ്റ് ലെറ്റേഴ്സ് എഫ് ബിലോങ്സ് ടു റീമാൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്നെടുത്തു. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ ചൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്, എന്താണ്, ആൽഫ എപ്സിലോൺ വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ ഈസ് ഈക്വൽ ടു എഫ് എന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൽഫ എപ്സിലോൺ ഓഫ് എക്സും ഒമേഗ എപ്സിലോൺ ഓഫ് എക്സും നമ്മൾ എഫ് തന്നെ ആക്കി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടീഷൻ, അതായത് ഇഫ് പാർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമ്മളോട് പ്രൂവ് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞത്, ലെറ്റ് എഫ് ബിലോങ്സ് ടു റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എ ബി ദെൻ ദ തിയറം ഫോളോസ് ബൈ ടേക്കിംഗ് നമ്മൾ എന്താ എടുക്കേണ്ടത്, ആൽഫ എപ്സിലോൺ ഇസ് ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എഫ് അങ്ങനെ എടുക്കുന്നു. അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ്ലി പ്രൂവ് ശരിയായിട്ട് വരും എന്ന് പറഞ്ഞത്. മനസ്സിലായോ? കാരണം ഇവിടെ എന്താണ്, ഇവിടെ നോക്കിക്കേ, ഇക്വാലിറ്റി കണ്ടീഷനും കൂടി നമ്മളോട് പറയുന്നുണ്ട്. ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഓഫ് എക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ഒരെണ്ണം വന്നാൽ മതിയായിരുന്നു. അത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തിട്ട് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് എന്താ പറയേണ്ടത്, അതായത് രണ്ട് ഫംഗ്ഷൻസ്, അതായത് ആൽഫ എപ്സിലോൺ
എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒമേഗ ഓഫ് എപ്സിലോൺ എക്സും റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഉണ്ടെന്നും അത് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നും നമുക്ക് തിരിച്ച് കാണിക്കണം. സോ അതാണ് കോൺവേഴ്സ് പാർട്ട് പറയുന്നത്. ടു പ്രൂവ് ദ കോൺവേഴ്സ് പാർട്ട് ചൂസ്. പിന്നെ നമ്മൾ പ്രൂഫ് പറയുന്നത് അടുത്ത കോൺവേഴ്സ് പാർട്ടായിട്ടാണ് പറയുന്നത്. അപ്പോൾ നോക്കാം. ടു പ്രൂവ് ദ കോൺവേഴ്സ് ചൂസ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഏതൊരു എപ്സിലോൺ എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 0 എടുക്കുക. സിൻസ് ആൽഫ എപ്സിലോൺ ആൻഡ് ഒമേഗ എപ്സിലോൺ വിച്ച് ബിലോങ്സ് ടു റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ദർ എക്സിസ്റ്റ് ഡെൽറ്റ എപ്സിലോൺ സച്ച് ദാറ്റ് പി ഈസ് എനി ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ഈസ് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ. അതായത് നമ്മൾ എടുക്കുന്നത് നമ്മൾ കോൺവേഴ്സ് ആണല്ലോ നമ്മൾ പ്രൂവ് ചെയ്യണം. ഇപ്പോൾ കോൺവേഴ്സ് ആയിട്ട് നമ്മൾ എന്താ എടുക്കുന്നത്, ആൽഫ എപ്സിലോൺ ഓഫ് എക്സും ഒമേഗ എപ്സിലോൺ ഓഫ് എക്സും റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം, എഫ് ആ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അവിടെ ഒരു എഫ് ഓഫ് എക്സ് ഉണ്ട് വിച്ച് ഈസ് എങ്ങനെയായിരിക്കണം, ആൽഫ ഓഫ് എപ്സിലോൺ ഓഫ് എക്സിൻ്റെയും ഒമേഗ എപ്സിലോൺ ഓഫ് എക്സിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് കിടക്കുന്ന ഫംഗ്ഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും എന്നാണ് നമുക്കിപ്പോൾ പ്രൂവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് അതെ ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, അതായത് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതാറ്, മോഡുലസ് ഓഫ് എസ് ഓഫ് എഫ് പി മൈനസ് എൽ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ എൽ എന്തായിരിക്കും, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ആണെന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അതേമാതിരി ആൽഫ എപ്സിലോൺ എന്ന് പറയുന്നത് റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, മോഡുലസ് ഓഫ് എസ് ആൽഫ ഓഫ് എപ്സിലോൺ പി മൈനസ് ഇൻ്റഗ്രൽ ടു ബി ആൽഫ എപ്സിലോൺ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഡൗട്ടുള്ളവർ ആദ്യം എഴുതുക, മോഡുലസ് ഓഫ് എസ് ആൽഫ പി മൈനസ് എൽ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതായത് ആൽഫ റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ആ എൽ എന്ന് പറയുന്നത് ഏതായിരിക്കും, ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ ആയിരിക്കും വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇതേമാതിരി നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഒമേഗ ഓഫ് എപ്സിലോൺ എന്ന് പറയുന്നതും നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ട്, റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ട് എടുത്തിരിക്കണം. അപ്പം അതും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. സോ നമുക്ക് എന്ത് കഴിക്കാൻ പറ്റും, അത് റീമാൻ ഇൻ്റഗ്രബിളിൻ്റെ ഡെഫിനിഷൻ പ്രകാരം മോഡുലസ് ഓഫ് എസ് ഒമേഗ എപ്സിലോൺ ഓഫ് പി മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക അടുത്ത സ്റ്റെപ്പ്. ഈ ഒരു കണ്ടീഷൻ, അതായത് ഈ ഒരു കണ്ടീഷൻ എടുത്തിട്ട് നമ്മൾ പറയുന്നതാണ്. നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, മൈനസ് എപ്സിലോൺ വിച്ച് ഈസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് എസ് എസ് ആൽഫ എപ്സിലോൺ പി മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയും അല്ലേ. ഇനി ഇനീക്വാളിറ്റീൻ്റെ ബോക്സ് എല്ലായിടത്തും ഇനീക്വാളിറ്റിയിലൂടെ നമ്മളൊരു ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ വിച്ച് ഈസ് ലെസ് ദാൻ എസ് ഓഫ് ആൽഫ എപ്സിലോൺ പി വിച്ച് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ആ കാര്യമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് വിച്ച് ഈസ് ലെസ് ദാൻ എസ് ഓഫ് ആൽഫ എപ്സിലോൺ പി വിച്ച് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അതിന് നമ്മൾ എന്തായിട്ട് എടുക്കാം, ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ട് എടുക്കാം. സിമിലർലി നമുക്ക് ഇതിനെയും ഇതേമാതിരി എഴുതി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് എപ്സിലോൺ വിച്ച് ഈസ് ലെസ് ദാൻ ആ ഒരു കണ്ടീഷനും കൂടി എഴുതാൻ പറ്റും. അത് രണ്ടും പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. നമ്മൾ കോൺവേഴ്സ് പാർട്ട് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആൽഫ എപ്സിലോൺ, അതായത് ദർ എക്സിസ്റ്റ് ടു ഫംഗ്ഷൻസ് ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് which belongs to Riemann integral of closed interval AB and omega epsilon of x which belong to Riemann integral of AB and alpha epsilon of x f of x lies in between alpha epsilon of x and omega epsilon of x എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ആൽഫ എപ്സിലോൺ ഓഫ് എക്സിൻ്റെയും ഒമേഗ എപ്സിലോൺ ഓഫ് എക്സിൻ്റെയും ഇറ്റ്വീൻ ആയിട്ടാണ് എഫ് ഓഫ് എക്സ് എന്നുള്ളത്. അപ്പോൾ ആ കണ്ടീഷൻ നമ്മളെടുത്തും ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ദെൻ ദ ഡെഫിനിഷൻ ഓഫ് റീമാൻ സം, നമുക്ക് ഡെഫിനിഷൻ ഓഫ് റീമാൻ സം പ്രകാരം നമ്മൾ എന്ത് പറയാറുണ്ട്, അതായത് നമ്മൾ അവിടെ പ്രോപ്പർട്ടീസ് പഠിച്ച സമയത്ത് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു
എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇതേമാതിരി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് റീമാൻ സമം ലെസ് ദാൻ ഓർ, അതായത് എസ് എഫ് പി വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് എഫ് ജി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേമാതിരി നമുക്ക് ഈ ഒരു കണ്ടീഷൻ, അതായത് ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എപ്സിലോൺ ഓഫ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീമാൻ സമം എന്ന് പറയുന്നത് ഈ ഒരു ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. എന്ത്? അതായത് റീമാൻ സം എസ് ഓഫ് ആൽഫ എപ്സിലോൺ പി വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഓഫ് എഫ് പി വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഒമേഗ എപ്സിലോൺ ഓഫ് പി എന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക? പുട്ടിട്ട് ഇക്വേഷൻ നമ്പർ 3 എന്ന്. അത് മനസ്സിലാവാത്തവർക്ക് ആ തിയറി ഏതായിരുന്നു? ഇതെങ്ങനെയായിരുന്നു? എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആയിരുന്നെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എസ് ഓഫ് എഫ് പി വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഓഫ് ജി പി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ വേർഡ്സിൽ എന്ന് പറഞ്ഞപ്പോൾ എന്തോ അങ്ങോട്ട് തിരിഞ്ഞു പോയി എന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എഫിനും ജിക്കും പകരം നമുക്ക് എന്തായിരുന്നു? ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നായിരുന്നു. അപ്പോൾ ഇതേമാതിരി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് 2 കാര്യം കിട്ടിയിട്ടുണ്ട് അല്ലേ. എന്താണ്? എസ് ആൽഫ, അതായത് ഈ ഒരു ഇനീക്വാളിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ നമ്മുടെ ഏതൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്? ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ 3 ഇനീക്വാളിറ്റിയിൽ നിന്ന് കൂടി നമ്മൾ പറയുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഓഫ് എഫ് പി വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്ന് നമ്മൾ പറയും. അപ്പോൾ അതെങ്ങനെയാണ് പറഞ്ഞത് നോക്കാം. നമ്മുടെ കയ്യിലുള്ളത് ഇവിടെ നോക്കിയൊക്കെ, ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഓഫ് ആൽഫ എപ്സിലോൺ പി. ഇനി ഈ ആൽഫ ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ എന്താ പറഞ്ഞത്? മോഡൽ എസ് ഓഫ് എഫ് പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അടുത്ത വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മളോട് എന്താ പറഞ്ഞത്? എസ് ഒമേഗ എപ്സിലോൺ പി എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ഒരു കാര്യം കൂടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഓഫ് എഫ് പി വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. ഓക്കെ, അതാണ് ആ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എഴുതിയത് ഈ ഒരു കണ്ടീഷൻ എഴുതിയത് പുട്ടിറ്റാസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊരു പാർട്ടീഷൻ, അതായത് ഈ ഒരു പാർട്ടീഷൻ പി എന്ന് പറയുന്ന പാർട്ടീഷന് ഈ ഒരു കാര്യം ട്രൂ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ പിക്ക് ട്രൂ ആണെങ്കിൽ വേറെ ഏതൊരു പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാലും, അതായത് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആയിട്ടുള്ള വേറെ ഏതൊരു പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാലും അതിനും നമുക്ക് എന്തായിരിക്കണം? ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കണം എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ അതാ പറയണത്, സിൻസ് ദ എബോവ് ഇനീക്വാളിറ്റി ഈസ് ട്രൂ ഫോർ എനി ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആൻഡ് ക്യൂ ഈസ് എനി അതർ ടാഗ്ഡ് പാർട്ടീഷൻ വിത്ത് നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ, ദെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു കണ്ടീഷൻ പോലെ സിമിലർലി നമുക്ക് എന്ത് പാർട്ടീഷൻ മാത്രം മാറ്റിയിട്ട് ക്യൂ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഓഫ് എഫ് ക്യൂ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആ 2 കാര്യത്തിൽ നിന്നും നമ്മൾ എന്തിലോട്ടാണ് പോകുന്നത്? നമുക്ക് എന്താ കാണിക്കേണ്ടത്? എഫ് ബിലോങ്സ് ടു റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എ ബി എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. എഫ് ബിലോങ്സ് ടു റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എ ബി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോഷി ക്രൈറ്റീരിയൻ പ്രകാരം മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യൂ വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിച്ചാൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഓക്കെ, ഇനി ഈ 2 ഇനീക്വാളിറ്റി കൂടി നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ 2 ഇനീക്വാളിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യൂ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ മൈനസ് എപ്സിലോൺ എന്ന് പറയും. അതായത് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യൂവിൻ്റെ ഡിഫറൻസ് ഈ ഒരു ലിമിറ്റിൻ്റെയും മൈനസ് ഈ ഒരു ലിമിറ്റിൻ്റെയും ഇതിനേക്കാളും സബ്ട്രാക്ട് ചെയ്തതിനേക്കാളും കുറഞ്ഞായിട്ടാണ് വരിക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യൂ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് കണ്ടീഷൻ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് നമ്മൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി, അതായത് അടുത്തത് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലോൺ
പിന്നെ ഈ ഒരു പ്ലസ് എപ്സിലോണിനെ ഞാൻ അങ്ങനെ തന്നെ നിർത്തി. പിന്നെ അടുത്തത് മൈനസ് കൂടി വരുമ്പോൾ എന്ത് വരും, പ്ലസ് എപ്സിലോൺ എന്ന് വരും അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ എ ടു ബി നമുക്ക് ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്ന് പറയുമ്പോൾ ഇത് വരും 2 എപ്സിലോൺ എന്ന് നമുക്ക് കിട്ടും. സോ അതായിരുന്നു നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ കോൺവേഴ്സ് പാർട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന കാര്യമായിരുന്നു ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ എന്ന് പറയുന്നത് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു. സോ നമുക്ക് ഇതിന് എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റും ലെസ് ദാൻ എപ്സിലോൺ. സോ നമുക്കത് എന്ത് ചെയ്തു, വിച്ച് ഈസ് ലെസ് ദാൻ 3 എപ്സിലോൺ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സിൻസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഈസ് ആർബിട്രറി ആയതുകൊണ്ട് കോഷി ക്രൈറ്റീരിയൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ബിലോങ്സ് ടു റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കാം. നമുക്ക് കോൺവേഴ്സ് പാർട്ട് പറയണത് ഇങ്ങനെയായിരുന്നു. ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്നതും ഒമേഗ എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്ന 2 ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. ആ 2 ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് റീമാൻ ഇൻ്റഗ്രബിൾ ആയിരുന്നു. ആൻഡ് ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഓഫ് എപ്സിലോൺ ഓഫ് എക്സ് ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലോൺ മൈനസ് ആൽഫ എപ്സിലോൺ വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നായിരുന്നു നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ എഫ് റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, കോഷി ക്രൈറ്റീരിയൻ ആണ് യൂസ് ചെയ്തത്. എഫ് റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് തന്നെ ചെയ്താൽ മതി, മോഡുലസ് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യു വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഉപയോഗിച്ച കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണ്, ആൽഫ എപ്സിലോൺ ഓഫ് എക്സ് ബിലോങ്സ് ടു റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നും ഒമേഗ എപ്സിലോൺ ഓഫ് എക്സ് ബിലോങ്സ് ടു റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എ ബി അതിൻ്റെ രണ്ടിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതി. അതായിരുന്നു ഈ ഒരു പോർഷൻ വരെ പറഞ്ഞു. രണ്ടാമത് നമ്മൾ എടുത്ത കാര്യം ഇതായിരുന്നു, ആൽഫ ഓഫ് എപ്സിലോൺ ഓഫ് എക്സ് വിച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ ഓഫ് എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എടുത്ത കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ എഴുതി. അങ്ങനെയായിരുന്നു നമ്മൾ ഈ ഒരു പോർഷൻ വരെ നമ്മൾ എത്തിയിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കുക, ഇനി എന്താ ഷോ ചെയ്ത് കാണിക്കേണ്ടത്, മോഡുലസ് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യു എന്ന് പറയുന്നത് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കണമായിരുന്നു. അത് നമ്മൾ അതെടുത്ത് തുടങ്ങി, മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യു എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വന്ന് നമുക്ക് ഈ ഒരു കണ്ടീഷൻ കിട്ടും. ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്കത് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിൽ ലെസ് ദാൻ എപ്സിലോൺ ആണ് തന്നിട്ടുള്ളത് എന്ന് ഓർമ്മ വരണം. സോ വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ വിച്ച് ഇസ് ലെസ് ദാൻ 3 എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ആർബിട്രറി ആയതുകൊണ്ടും കോഷി ക്രൈറ്റീരിയൻ പ്രകാരം നമുക്ക് എന്ത് പറഞ്ഞു, മോഡുലസ് ഇത് കോഷി ക്രൈറ്റീരിയ എന്താ പറഞ്ഞത്, മോഡുലസ് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യു ലെസ് ദാൻ എപ്സിലോൺ ആയിരുന്നു എങ്കിൽ എഫ് ബിലോങ്സ് ടു റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയാം. സോ അത് പ്രകാരം നമ്മൾ എന്ത് പറഞ്ഞു, എഫ് ബിലോങ്സ് ടു റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അത്രയായിരുന്നു ഉണ്ടായിരുന്നു. ഓക്കെ.